ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ചെറിയൊരു മസാല റെഡിയാക്കണം. അതിന് 2 പച്ചമുളക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാധാ മുളക് പൊടിയും അതും കൂടി ചേർത്തതിന് ശേഷം, നിങ്ങൾ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ആവശ്യത്തിലേക്കുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ലെമൺ ജ്യൂസാണ്, 1 ലെമൺ മുഴുവനായിട്ട് ഒഴിച്ചതാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്, അത് 1 ടീസ്പൂൺ. ഇതിട്ട് നല്ല പേസ്റ്റായിട്ട്, നല്ല ഫൈൻ പേസ്റ്റ് ആവണ്ട, ഏകദേശം നല്ലൊരു പേസ്റ്റ് രീതിക്ക് നമ്മൾ അടിച്ചതിന് ശേഷം, ഞാനിപ്പോൾ അയലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഏത് മീനിലേക്കാണെങ്കിലും ഈ ഒരു മസാല അടിപൊളിയാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ മാവും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു മസാല നമ്മൾ ജാറിലിട്ട് അടിക്കുമല്ലോ, ആ സമയത്ത് നിങ്ങൾ വെള്ളം ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അടിക്കാൻ. ലെമൺ ജ്യൂസ് മാത്രമേ ഞാൻ ചേർത്തത്. നമ്മൾ സാധാരണ മീൻ കഴുകി വൃത്തിയാക്കി നമ്മൾ ഡ്രൈ ആക്കി വെച്ചാലും കുറച്ച് സമയമാകുന്ന സമയത്ത് വീണ്ടും അതിൽ വെള്ളം വരുമല്ലോ. അപ്പോൾ അത് തന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ട് നമ്മൾ മസാല അടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തിട്ട് മസാല അടിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നമ്മൾ വെള്ളം ആയിട്ട് കിട്ടും. അപ്പോൾ അത് കാരണമാണ് നമ്മൾ വെള്ളം ചേർക്കാണ്ട് അടിക്കണം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ കോൺഫ്ലവർ മാവ് ഇട്ട കാരണം നല്ല ഡ്രൈ ആയിട്ടാണ് നമ്മൾ മസാല ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വെള്ളം ചേർക്കാതെ അടിക്കുക. അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ മീനൊക്കെ നന്നായിട്ട് മസാല പുരട്ടി വെക്കേണ്ടത്. അതിനുശേഷം അടുത്തൊരു മസാല റെഡിയാക്കാനായിട്ട് കഴുകി വെച്ച കറിവേപ്പില വെള്ളമൊക്കെ തുടച്ചതിന് ശേഷമാണ് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നല്ല ഏകദേശം ചെറിയ തരിയുള്ള റവയാണ്, എന്നാലും നമ്മൾ റവ വന്നിട്ട് ചെറുതായിട്ടൊന്ന് പൊടിക്കണം. അപ്പം ഞാനൊരു 1/2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ എന്നൊന്നുമില്ല, നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന റവ വന്നിട്ട് നമ്മൾ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം, ചെറുതായിട്ടൊന്ന് പൊടിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ അത് ഇതിലേക്ക് വിട്ടുപോയതാണ്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ മീനുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ മസാല റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ മീൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് ഒരുപാട് അമർത്തി നമ്മുടെ മസാല ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് അമർത്താതെ ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്താണ്. നമ്മൾ ഒരുപാട് അമർത്തി കഴിഞ്ഞാൽ ഒരുപാട് തിക്കായിട്ടുള്ള മസാല കിട്ടും. അത് നമുക്ക് അത്ര കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈറ്റായിട്ടുള്ളൊരു മസാല, അതാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ മീൻ വന്നിട്ട് മസാല നന്നായിട്ടൊന്ന് റെഡിയാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ മീൻ വറുക്കുന്നത്. അതിപ്പോൾ നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ, വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ അതിനൊരു ടേസ്റ്റ് വ്യത്യസ്തമാണല്ലോ. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള മീനുകളെല്ലാം ഒന്ന് റെഡിയാക്കി നമ്മൾ ദോശക്കല്ലിൽ വെച്ച് കൊടുത്തിരിക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വരട്ടെ. പിന്നെ നമ്മൾ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല ഉണ്ടല്ലോ, ഫസ്റ്റ് നമ്മൾ റെഡിയാക്കി മസാല എന്ന് പറയുന്ന സമയത്ത് ഏകദേശം അറിയുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തൊരു മസാല ഉണ്ടല്ലോ, അത് എൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ ചെയ്യുന്നൊരു റെസിപ്പിയാണ്. റവ കൊണ്ടിട്ടുള്ള ഫിഷ് ഫ്രൈസ് ഒക്കെ നമ്മൾ അധികം കണ്ടിട്ടുണ്ടാവും. എന്നാലും നമ്മൾ സാധാരണ റവ വെറുതെ നമ്മൾ മുക്കിയെടുത്ത് കഴിക്കുമ്പോൾ അത് ശരിക്കും കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഒരുപാട് വലിയ തരികളായിട്ട് നമ്മളത് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെ മൊത്തത്തിൽ നമ്മുടെ മീനിൻ്റെ ടേസ്റ്റ് തന്നെ മൊത്തത്തിൽ മാറ്റിയെടുക്കുക. നമ്മൾ ഇതുപോലെ മസാലകളൊക്കെ ഇട്ട് അതിൽ കുറച്ച് പൊടിച്ചതിന് ശേഷം നമ്മൾ ഫിഷ് ഫ്രൈ റെഡിയാക്കുകയാണെങ്കിൽ ശരിക്കും ഒരു വാക്ക് പറയാനില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ വെറുതെ വാക്കുകൾ കൊണ്ട് പറയുന്നത് നല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണ ഫിഷ് ഫ്രൈ ഞാൻ എപ്പോഴും ചെയ്യാറില്ല, പക്ഷേ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെന്ന് പറയുന്ന സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഈ ഫിഷ് മസാല ഒന്ന് സെയിൽ ചെയ്യാൻ തുടങ്ങിയാലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ടേസ്റ്റായി കൊണ്ടാണ് എന്നോട് അങ്ങനെ ചോദിക്കാൻ തന്നെ കാരണം. അപ്പം ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്, ഇത് നമുക്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് തന്നത് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ ഒരു ഫിഷ് മസാല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. ശരിക്കും ഒരു അടിപൊളിയായിട്ടുള്ള ഫിഷ് മസാല റെഡിയാക്കണമെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ ഒന്ന് പറയണം. ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക.